തിരുവനന്തപുരം നെടുമങ്ങാടേക്കാണ് നമ്മളിനി പോകുന്നത്. കാരണം അവിടെ താലൂക്ക് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. പ്രസവത്തെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് നെടുമങ്ങാട് സ്വദേശിനിയായ യുവതിയുടെ പരാതി. പ്രസവത്തിന് പിന്നാലെ തുന്നിക്കെട്ടിയത് ശരിയായ രീതിയിലല്ലെന്നാണ് ആരോപണം. അഡ്മിറ്റായി 19-ാം തീയതിയാണ് പ്രസവിക്കുന്നത്. അപ്പോൾ പ്രസവത്തിന് വേണ്ടി ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. പ്രസവത്തിന് വേണ്ടി മോൻ ഇറങ്ങി വരാൻ വേണ്ടി അവർ കീറിയപ്പോഴത്തേക്ക് അത് ഒരുപാട് താഴ്ചയിലായിപ്പോയി. പക്ഷേ ഈ കാര്യം നമ്മുടെ ഡോക്ടർ പറഞ്ഞതുമില്ല. എനിക്ക് നല്ല ബുദ്ധിമുട്ട് വരുന്നു, ഇരിക്കാനായാലും കിടക്കാനായാലും എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. മോന് പാലോടും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഈ ഒരു മുറിവോട് കൂടി തന്നെയാണ് നമ്മൾ ഡോക്ടർ വീട്ടിൽ വിട്ടതും. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് തീരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ മലവും മൂത്രവും ഒരു സൈഡിൽ കൂടെ തന്നെ വരികയും ആ ഒരു ബുദ്ധിമുട്ടോട് കൂടിയാണ് നമ്മൾ രണ്ടാമത് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നത്. ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിട്ടും അവർ പറഞ്ഞത് നമ്മൾ വണ്ടി യാത്ര ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലാതെ അവരുടെ ഭാഗത്ത് തെറ്റല്ല എന്നാണ് പറയുന്നത്. SIT ചെന്നപ്പോഴത്തേക്ക് SITയുടെ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ സമയത്തെ ഇത് സ്റ്റിച്ച് ഇടുകയോ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ അവർ SITയിലേക്ക് വീഡിയോ ചെയ്തിരുന്നെങ്കിൽ അപ്പോഴേ അവർക്കത് സ്റ്റിച്ചിട്ട് ഇത് ചെയ്യാമായിരുന്നു. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് SITക്കാർ പറഞ്ഞിരുന്നത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടറിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് നമ്മളെ പറഞ്ഞു വിട്ടത്. അവിടെ ചെന്നപ്പോൾ അവരത് എനിക്ക് വെജൈനൽ ഫിസ്റ്റുല എന്നുള്ള രോഗമായിട്ട് അവരത് മാറ്റിയെടുത്തു. മെഡിക്കൽ കോളേജിൽ 2-3 വട്ടം സർജറി ചെയ്തു. 3 വട്ടത്തെ സർജറി ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ ഇതാവാത്തത് ഞാൻ വേറെ പ്രൈവറ്റായിട്ട് പോയി. അവിടെ ചെന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അവിടെ ചെന്ന് ആ ട്രീറ്റ്മെൻറ്റിലാണ്. സ്റ്റെഫിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് സ്റ്റെഫിൻ. വളരെ ഗുരുതരമായൊരു ആരോപണമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. പ്രസവത്തിന് ശേഷം തുന്നിക്കെട്ടിയത് ശരിയായില്ല എന്ന്. പക്ഷേ അവർക്ക് മറ്റൊരു രോഗമാണ് എന്നാണ് ആശുപത്രി പറയുന്ന വിശദീകരണം. എന്താണ് വിശദാംശങ്ങൾ സ്റ്റെഫിൻ? ഇതെന്നാണ് സംഭവിച്ചത്? മോത്തി കഴിഞ്ഞ ജൂണിലാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അതായത് മോത്തി പ്രധാനമായും പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സന്ദർഭം കൂടിയാണ്. പക്ഷേ നെടുമങ്ങാട് സ്വദേശിനിയായിട്ടുള്ള ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം ഈ കുറേ മാസങ്ങളായിട്ട് ആ കുഞ്ഞിനെ ഒന്നെടുത്ത് താലോലിക്കാനോ അതിന് മുലപ്പാൽ നൽകാനോ ഒന്നും തന്നെ കഴിയുന്നില്ല. നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ്. അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രികൾ കയറി ഇറങ്ങുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ 6 മാസത്തിനിടെ ഏതാണ്ട് 5ഓളം ശസ്ത്രക്രിയകൾ നടത്തി കഴിഞ്ഞു. ഇനി 2 ശസ്ത്രക്രിയകൾ കൂടി ആവശ്യമാണ്. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലാണ് ഈ പ്രസവത്തിന് വേണ്ടി യുവതിയും അതോടൊപ്പം തന്നെ കുടുംബവും എത്തിയത്. അവിടെ വെച്ച് ഈ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. അതായത് ആ യുവതി തന്നെ അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പ്രസവിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് സുഗമമായി ഇറങ്ങി വരുന്നതിന് വേണ്ടി അവിടെ ഒരു കീറലുണ്ടാക്കി. പിന്നീട് അത് തുന്നിക്കെട്ടിയപ്പോൾ ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ്. പിന്നീട് ആ യുവതിക്ക് മലബന്ധമുണ്ടായി. പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞാണ് ഇത്തരത്തിൽ എന്താണ് പ്രശ്നമുണ്ടായത് എന്നുള്ളത് പോലും തിരിച്ചറിയുന്നത്. ആ ആശുപത്രി അധികൃതർ തുടക്കത്തിൽ ഇത് തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ ഒരു പിഴവുണ്ടായി എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. പോലീസിലും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനിലും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെയും അവർക്ക് നീതി ലഭിച്ചിട്ടില്ല. ഇത്ര മാസമായിട്ടും ഒരു അന്വേഷണം പോലും പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ ആ ആശുപത്രിയിലെ സൂപ്രണ്ടിനെ അടക്കം വിളിക്കുമ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാദമാണ് ഉയർത്തുന്നത്. ഇനി ഏതായാലും മന്ത്രിതലത്തിൽ, സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം. എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം നമ്പർ 1 കേരളത്തിൽ ആരോഗ്യ കേരളത്തെക്കുറിച്ച് നമ്മുടെ സർക്കാർ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ നിയമസഭയിലെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഗുരുതരമായ ഒരു പിഴവ് ഉണ്ടായി എന്നൊരു യുവതി വന്ന് തുറന്നു പറയുന്നത്. ഒരു കുഞ്ഞുമായി മനുഷ്യാവകാശ കമ്മീഷനിലും സർക്കാർ വൃത്തങ്ങളിലുമെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. ആ നെടുമങ്ങാട് ഭാഗത്ത് അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്തെ സാധാരണക്കാരുടെ ഏക ആശ്രയ കേന്ദ്രം കൂടിയാണ് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി. അങ്ങനെ ഒരു സർക്കാർ ആതുരാലയത്തിലാണ് ഇങ്ങനൊരു പിഴവുണ്ടായത് എന്നുള്ളതാണ് ഏറെ ഗുരുതരമായിട്ടുള്ള കാര്യം. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് വന്നു. അവിടെയും നല്ല തരത്തിലൊരു പ്രശ്നപരിഹാരം ഈ യുവതിക്ക് ഉണ്ടായില്ല. അതിനുശേഷം ഇപ്പോൾ ഏതായാലും ഒരു സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവർ പറയുന്നത് ഇനിയും 1-2 ശസ്ത്രക്രിയകൾ കൂടി വേണം എന്നുള്ളതാണ്. കാരണം ഈ യുവതിയെ സംബന്ധിച്ചിടത്തോളം ആ തുന്നിക്കെട്ടിയ ഭാഗത്തു കൂടി മലം ഒലിച്ചിറങ്ങുന്നു. എത്രമാത്രം ദുഷ്കരമായ ഒരു ജീവിതമാണ് ആ സ്ത്രീ നയിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്ക് ഊഹിക്കുമ്പോൾ തന്നെ അത്രയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ, അങ്ങനെ ഒരു ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർ നീതിക്ക് വേണ്ടി ഇങ്ങനെ ഓരോ സർക്കാർ സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങുന്നത്. സ്റ്റെഫിൻ, ഇനി എന്താണ് ഇവരുടെ നീക്കം? എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പാണോ?
തീർച്ചയായിട്ടും ഏതായാലും ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഏതാണ്ട് കുറേ ശസ്ത്രക്രിയകൾ നടത്തി, ആശുപത്രികൾ കയറിയിറങ്ങുന്നു, മെഡിക്കൽ കോളേജിൽ കുറേ നാൾ ചികിത്സ നടത്തി. ഇപ്പോൾ ഏതായാലും യുവതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം, കൂടുതൽ ശസ്ത്രക്രിയകൾ ഏതാണ്ട് ഈ അടുത്തടുത്ത മാസങ്ങളിലൊക്കെ തന്നെ നടത്തി. അതിൻ്റേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ഒരു നീതിയാണ്, അല്ലെങ്കിൽ ഈ പിഴവ് ഉണ്ടാക്കിയ ഡോക്ടർക്കെതിരെയുള്ള നടപടിയാണ്, നഷ്ടപരിഹാരമാണ്, അതെല്ലാമാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിലെല്ലാം നടത്തണമെന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പോലീസിലൊക്കെ പരാതി നൽകിയെങ്കിൽ പോലും പോലീസ് ആശുപത്രി അധികൃതരെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് മൊഴിയെടുത്ത് ആ തരത്തിലാണ് നിയമ നടപടി മുന്നോട്ട് പോകുന്നത്. അവിടെയും നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏതായാലും ഇനി സർക്കാർ തലത്തിൽ, ആരോഗ്യവകുപ്പിൻ്റെ തലത്തിൽ ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു വാദം ആണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. കൃത്യമായും ഇപ്പോൾ ആ ഡോക്ടർ അവിടെ ഇപ്പോഴും ആളുകളെ ചികിത്സിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടായതെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു വിലയിരുത്തലും അന്വേഷണവും ഇനി ഇക്കാര്യത്തിൽ വേണ്ടതാണ്. അത്യന്തം ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് ഇത്തരത്തിൽ ഈ യുവതി ഉയർത്തുന്നത്. നമ്മൾ ഇന്നലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ഡോക്ടർമാരെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഇതെന്തുകൊണ്ട് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അതൊരു വലിയ പിഴവായിട്ടാണ് ഈ ആരോഗ്യരംഗത്തെ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ സ്ലോമോ ബാഗ് വെച്ചാണ് ഇപ്പോൾ ഈ യുവതി മുന്നോട്ട് പോകുന്നത്. അതായത് ഈ മലം ശേഖരിക്കുന്നതിന് വേണ്ടി വയറ്റിനകത്ത് കുടലിൻ്റെ നോട് ചേർന്ന ഭാഗത്ത് അങ്ങനെ ഒരു ബാഗ് വെച്ച് അതിലാണിപ്പോൾ അങ്ങനെ ശേഖരിച്ച് മുന്നോട്ട് പോവുകയാണ്. അത്രയധികം ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത്. നെടുമങ്ങാട് നിന്ന് അവർ ഇന്നലെ ഒരു കാർ വിളിച്ചു, സ്വന്തമായ ഒരു വാഹനം അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു സുഹൃത്തിൻ്റെ വാഹനം എടുത്തുകൊണ്ട് ഭർത്താവ് ഈ യുവതിയുമായിട്ട് ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും. അത്യന്തം ഒരു വലിയ വിഷമകരമായൊരു സന്ദർഭത്തിലൂടെയാണ് ആ കുടുംബമോട്ടായി കടന്നത്. അതെ സ്റ്റെഫൻ, വളരെ ഗുരുതരമായ പിഴവാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. മാത്രമല്ല, അനുഭവിക്കുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും അതിലേറെയാണ്. ഒരു ചെറിയ കുഞ്ഞുള്ള അമ്മയാണ് ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്തരത്തിലായിരിക്കും നമുക്ക് ഊഹിക്കാൻ കഴിയും. പ്രസവ സമയത്ത് ചരിച്ചുണ്ടാക്കുന്ന കീറലിനെയാണ് എപ്പിസിയോട്ടമി എന്ന് പറയുന്നത്. ഈ എപ്പിസിയോട്ടമിയാണ് പിന്നീട് തുന്നലിടുന്നത്. തുന്നലിട്ട ശേഷം എല്ലാ ഡോക്ടർമാരും പരിശോധിക്കാറുണ്ട് മലമൂത്ര വിസർജനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി മാത്രമാണ് ആശുപത്രിയിൽ നിന്നും വിടാറുള്ളത്. അത് പ്രസവത്തിന് തൊട്ട് ശേഷം അതവർ ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്നതാണ്. ഈ സന്ദർഭത്തിൽ ഇതൊന്നും ഉണ്ടായില്ലേ എന്നതാണ് ആലോചിക്കുന്നത്. അങ്ങനെ ഒന്നുമില്ലാതെ തന്നെ ആശുപത്രിയിൽ നിന്നും ഇവരെ വിടുക എന്നാൽ തന്നെ ഗുരുതരമായ പിഴവാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രസവം നടന്നിട്ടുള്ള എല്ലാ യുവതികളിലും ഇത്തരം പരിശോധനകൾ നടത്താതെയാണോ വിട്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം. അതുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഒരു ആവുമായിരിക്കുമെന്ന് നമുക്ക് കരുതാം, ആശ്വസിക്കാം. അത് മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. എല്ലാ ഘട്ടത്തിലും ഞാനിത് തന്നെ പറയാറുണ്ട്. കാരണം നമുക്ക് മുന്നിൽ ഒരുപാട് കത്രിക കേസുകളടക്കമുണ്ട്, തുണിക്കെട്ടുകൾ തിരികെ ഉള്ളിൽ വെച്ച സംഭവങ്ങളുണ്ട്, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇനി അഥവാ ഇത് സംഭവിച്ചാൽ അതിനി ഒരിക്കലും ഉണ്ടാവാതിരിക്കാനുള്ള നടപടി, ശിക്ഷാ നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല? എന്തിനാണ് അവരെ ചേർത്ത് പിടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പകരം ഇതൊക്കെ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുകയും ഒരു കാലത്തും തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന നടപടിയുമാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്.